ഡെയിലി PSC കറണ്ട് അഫയേഴ്സിൻ്റെ 9-ാം ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ഭീകരാക്രമണ പദ്ധതികൾ തടയാനും അതിവേഗ പ്രതികരണത്തിനുമായി നടപ്പാക്കിയ ദേശീയ പദ്ധതി ഏതാണ് ആ പദ്ധതി? പ്രഹാറാണ് ഭീകരാക്രമണ പദ്ധതികൾ തടയാനും അതിവേഗ പ്രതികരണത്തിനുമായി നടപ്പാക്കിയ ദേശീയ പദ്ധതികളെല്ലാം നന്നായി ഓർത്തിരിക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ: പ്രഹാർ എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? സ്ട്രൈക്ക് എന്നാണ് പ്രഹാർ എന്ന പദത്തിന്റെ അർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ തുറമുഖങ്ങളുടെ അംഗീകൃത സുരക്ഷാ സേനാ പദവി ലഭിച്ച സേനാ വിഭാഗം സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് CISF. അപ്പോൾ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആണ് ഇന്ത്യയിലെ തുറമുഖങ്ങളുടെ അംഗീകൃത സുരക്ഷാ സേനാ പദവി ലഭിച്ച സേനാ വിഭാഗം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: CISFന്റെ ഡയറക്ടർ ജനറൽ ആരാണ് ഡയറക്ടർ ജനറൽ? പ്രവീർ രഞ്ജനാണ് CISFന്റെ ഡയറക്ടർ ജനറൽ. അടുത്ത ക്വസ്റ്റ്യൻ: 12-ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിച്ചു. എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലെ? അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. 12-ാം ശമ്പള കമ്മീഷൻ ചെയർമാൻ ആരാണ്? 12-ാം ശമ്പള കമ്മീഷൻ ചെയർമാൻ? VP ജോയി ആണ് 12-ാം ശമ്പള കമ്മീഷൻ ചെയർമാൻ. ഇനി മറ്റംഗങ്ങളുണ്ട്. ആരൊക്കെയാണ് ആ മറ്റംഗങ്ങൾ? അഡ്വക്കേറ്റ് M രാജഗോപാലൻ നായർ, ശ്രീലത സുകുമാരൻ. അപ്പോൾ 12-ാം ശമ്പള കമ്മീഷൻ ചെയർമാൻ VP ജോയി, മറ്റ് അംഗങ്ങൾ അഡ്വക്കേറ്റ് M രാജഗോപാലൻ നായർ, ശ്രീലത സുകുമാരൻ. ഇനി ഇതിന്റെ സെക്രട്ടറി ആരാണ്? നമ്മുടെ 12-ാം ശമ്പള കമ്മീഷന്റെ സെക്രട്ടറി ആരാണ്? BR ശോഭയാണ് സെക്രട്ടറി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ 6-ാം പതിപ്പ് വേദി ഏതാണ്? 6-ാം പതിപ്പ് വേദി ഗുൽമാർഗ് ആണ് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ 6-ാം പതിപ്പ് വേദി. അടുത്ത ക്വസ്റ്റ്യൻ: INS അഞ്ജദ്വീപ് കമ്മീഷൻ ചെയ്യുന്നത് ആരാണ്? അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയാണ് INS അഞ്ജദ്വീപ് INS അഞ്ജദ്വീപ് കമ്മീഷൻ ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: ഡോൾഫിൻ ഹണ്ടർ എന്താണ്? ഡോൾഫിൻ ഹണ്ടർ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ ഏതാണ് കപ്പൽ? INS അഞ്ജദ്വീപ് ആണ് കപ്പൽ. അപ്പോൾ INS അഞ്ജദ്വീപ് ആണ് ഡോൾഫിൻ ഹണ്ടർ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ. മറക്കല്ലേ. ഇനി INS അഞ്ജദ്വീപിന്റെ നീളം എത്രയാണ്? നീളം 77 മീറ്റർ ആണ് ഈ കപ്പലിന്റെ നീളം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: INS അഞ്ജദ്വീപ് കമ്മീഷൻ ചെയ്യുന്നത് ഏത് തുറമുഖത്താണ്? ചെന്നൈ തുറമുഖത്താണ് INS അഞ്ജദ്വീപ് കമ്മീഷൻ ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: ഭിന്നശേഷിക്കാരെ സ്വയം പര്യാപ്തമാക്കാനായി സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിൽ ആരംഭിക്കുന്ന സ്വയം സഹായ സംഘം ഏതാണ്? സുശക്തി. അപ്പോൾ സുശക്തിയാണ് ഭിന്നശേഷിക്കാരെ സ്വയം പര്യാപ്തമാക്കുന്നതിനായി സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ ആരംഭിക്കുന്ന സ്വയം സഹായ സംഘം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പിളി ഉൽപാദന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ
കമ്പിളി ഉൽപാദനം, എന്താണ് കമ്പിളി ഉൽപാദന സംസ്ഥാനം? ഏതാ? രാജസ്ഥാൻ. അടുത്തത് ക്വസ്റ്റ്യൻ, 2025 അഴിമതി ധാരണാ സൂചികയിൽ, എന്തിനാണ് 2025 അഴിമതി ധാരണാ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം 91. അപ്പോൾ 91 2025 അഴിമതി ധാരണാ സൂചികയിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ബയോഫാക്. അടുത്തത് ബയോഫാക് 2026 ജൈവ ഉൽപ്പന്ന വ്യാപാരമേളയിൽ കൺട്രി ഓഫ് ദ ഇയർ, എന്താണ് കൺട്രി ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുത്ത രാജ്യമേത്? ഇന്ത്യ. അപ്പം ഒന്നുകൂടി പറയാം, ബയോഫാക് 2026 ജൈവ ഉൽപ്പന്ന വ്യാപാരമേളയിൽ കൺട്രി ഓഫ് ദ ഇയർ ആയി, എന്തായിട്ടാണ് കൺട്രി ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഏതാണ്? ഏതാണ്? നമ്മുടെ ഇന്ത്യ. ഇനി ബയോഫാക് 2026 നടന്നത് ഏത് നഗരത്തിലാണ്? അറിയാമോ? ഏത് നഗരത്തിലാണ് നടന്നത്? ന്യൂറംബർഗ്. ന്യൂറംബർഗിലാണ് ബയോഫാക് 2026 നടന്നത്. ഓക്കെ, അപ്പൊ ന്യൂറംബർഗ് എന്ന് പറയുന്നത് നഗരമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ബയോഫാക് ഏത് മേഖലയുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര മേളയാണ്? ഏതാ? ജൈവ ഉൽപ്പന്നങ്ങളിലാണ് കേട്ടോ. ജൈവ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ബയോഫാക് ഏത് മേഖലയുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര മേളയാണ്? ഏതാണ്? ജൈവ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചെന്നൈയിലെ കാട്ടുപള്ളിയിൽ ആദ്യത്തെ തദ്ദേശീയ കേഡറ്റ് പരിശീലന കപ്പൽ നീറ്റിലിറക്കിയത് ഏത് കമ്പനിയാണ്? L&T ആണ്, അതായത് ലാർസൺ ആൻഡ് ടൂബ്രോ. TOUBRO, ലാർസൺ LARSEN. ഓക്കെ, അപ്പം ലാർസൺ ആൻഡ് ടൂബ്രോ ആണ് ചെന്നൈയിലെ കാട്ടുപള്ളിയിൽ ആദ്യത്തെ തദ്ദേശീയ കേഡറ്റ് പരിശീലന കപ്പലാണ്. കപ്പൽ നീറ്റിലിറക്കിയത് ഏത് കമ്പനിയാണ്? ഏത് കമ്പനിയാ? L&T കമ്പനിയാണ്. ഇനി അടുത്തത്, കൃഷ്ണ കപ്പൽ ഏതു സേനയുടെ പരിശീലന ആവശ്യങ്ങൾക്കായാണ് നിർമ്മിച്ചത്? കൃഷ്ണ കപ്പൽ ഇന്ത്യൻ നാവികസേന. ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന ആവശ്യങ്ങൾക്കായിട്ടാണ് കൃഷ്ണ കപ്പൽ നിർമ്മിച്ചത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇതോടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ വീണ്ടും പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം. കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ജീവിത വിജയത്തിൻ്റെ രഹസ്യം. നന്ദി.